ഈ ഉപഹാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. ടെലിഫോൺ 6532-022, ഫാക്സ് 6523-995, വെബ്സൈറ്റ് www.jiic.net. ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തന തലങ്ങൾ: ഖുർആൻ ലേണിംഗ് ക്ലാസ്, മതപഠന ക്ലാസുകൾ, ഓഡിയോ വീഡിയോ കാസറ്റുകൾ, സിഡികൾ, ഹജ്ജ് കാരവൻ, സംഘടിത ഫിത്ർ സക്കാത്ത്, മദ്രസ, ലൈബ്രറി, കൂടാതെ അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന നിച്ച് ഓഫ് ട്രൂത്ത്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. ഇസ്ലാഹിന്റെ അക്ഷരപ്രകാശം വിചിന്തനം വാരിക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുകളുടെ വീക്ഷണമനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഏക മലയാള മാസിക അൽ മനാർ. പിഞ്ചോമനകൾക്കായി ബാലകൗതുകം മാസിക. മതതാരതമ്യ പഠനത്തിന് നിച്ച് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരണം. സ്നേഹസംവാദം മാസിക. ബന്ധപ്പെടുക നിച്ച് ഓഫ് ട്രൂത്ത്. ടെലിഫോൺ 6532-022, വെബ്സൈറ്റ് www.nichoftruth.org. KNM സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മദ്രസ. പുതിയ പുതിയ അത്തറുകൾ അവൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് വേശ്യകളുടെ സ്വഭാവമാണ്. ഒരു മുഅ്മിനത്തായ പെണ്ണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ പഠിപ്പിക്കണത് പള്ളിക്ക് വേണമെങ്കിലും ശരി, ഖുർആൻ ക്ലാസ് വേണമെങ്കിലും ശരി, അത്തർ പൂശി പോകാൻ പാടില്ല, സുഗന്ധം ഉപയോഗിച്ച് പോകാൻ പാടില്ല. ഇപ്പൊ ചില സോപ്പുണ്ട്, അത്രയൊന്നും വേണ്ട, സോപ്പ് നല്ലോണം തേച്ച് കുളിച്ചാൽ തന്നെ മതി, അടുത്തൂടി പോകുമ്പോൾ മണക്കും. അത്തരത്തിലുള്ള സോപ്പ് അതൊന്നും പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഇഹ്റാമിന് സോപ്പ് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇഹ്റാമിലെ സോപ്പ് പറഞ്ഞതാ വളരെ സുഗന്ധമുള്ള സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാമില് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്ത ആളെന്നുള്ളത് സുഗന്ധം ഉപയോഗിച്ച് സോപ്പും പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം സ്ത്രീകളെ പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അതുപോലെ പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഗ്രാമങ്ങൾ വളർന്ന് പട്ടണങ്ങളായി വരുമ്പോ പട്ടണങ്ങളിലുള്ള ആളുകളുടെ വസ്ത്രധാരണ രീതിയെ നിയന്ത്രിക്കുന്ന, അവരുടെ ജീവിതശൈലിയെ നിയന്ത്രിക്കുന്ന സിനിമയും സീരിയലുമാണ്. സിനിമയിലും സീരിയലിലും എന്തൊക്കെ കാണും അതൊക്കെ പകർത്തുക എന്നുള്ളതാണ്. വളരെ മതബോധമുള്ള, നമസ്കാരമുള്ള, ദീനീ ചിട്ടകളുള്ളവരും പെൺകുട്ടികൾ വളർന്നു വരുമ്പോ കാണാൻ പുതിയ കോലം കെട്ടിയിട്ട് ജീൻസൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത്. മക്കനെ ഉണ്ടാവും, കൂട്ടത്തിൽ മുഖമൊക്കെ ഇട്ടുണ്ടാവും. പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ, സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന ആണുങ്ങളെ റസൂൽ ശപിച്ചിരിക്കുന്നു. പെണ്ണുങ്ങളെ പോലെ കൊഞ്ചിക്കഴിഞ്ഞ് വർത്താനം പറയുന്ന ആണുങ്ങൾ അല്ലേ, കണ്ടില്ലേ? മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ തോന്നും. പെണ്ണിന്റെ മാര്യ ആണത്തുണ്ടാവില്ല വർത്താനത്തിലും പെരുമാറ്റത്തിലും. അത് പാടില്ല. ആൺകുട്ടികളായി തന്നെ വളർത്തണം. ഇപ്പൊ ചില വീട്ടിലൊക്കെ മുതിർന്ന പെൺകുട്ടികളെക്കാരം, പിന്നെ 2 പെൺകുട്ടി കഴിഞ്ഞിട്ടാക്കാരം ആൺകുട്ടി ജനിച്ചിട്ടുണ്ടാകുക. എല്ലാവരും അസ്സലാമു അലൈക്കും തന്നെ നമ്മൾ വീട്ടിൽ കയറിയ പെൺകുട്ടികളൊക്കെ അകത്തോണ്ടായി ഓനോട് പോവാത്ത്. എന്താ ഒരു പെൺകുട്ടികളെ സ്വഭാവം പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആൺകുട്ടികളെ രൂപത്തിൽ വളർത്തണം. പെൺകുട്ടികളോട് സാദൃശ്യം പുലർത്തുന്ന പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വേഷത്തിലൊന്നും പെണ്ണുങ്ങളോട് സാദൃശ്യപ്പെടുന്ന ആണുങ്ങളെ റസൂൽ ശപിച്ചിരിക്കുന്നു. അപ്പൊ താടിയോടി കൈപ്പെടും. പെണ്ണുങ്ങളോട് സാദൃശ്യം പുലർത്തലാത്. ഇത് മുളച്ചു വന്ന ആണാണെന്ന് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടേ താടി മീശയൊക്കെ വടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അത് വരുന്നുണ്ട് ആ വിഷയം. അതുപോലെ തന്നെ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർ റിജാൽ, പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന പെണ്ണുങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ആൺവേഷം കെട്ടുന്ന പെണ്ണ് കണ്ടാ മനസ്സിലാവില്ല ആണാ പെണ്ണാ. തോളി കൈയിട്ടിന്റെ ശേഷം സാധനം പെണ്ണാന്ന് മനസ്സിലാവുള്ളൂ. ബീച്ചുകളിലും മറ്റൊക്കെ അലഞ്ഞു നടക്കുന്ന ആളുകൾ കണ്ടിട്ടില്ല. അപ്പൊ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികൾ ഒരിക്കലും തന്നെ ആൺവേഷം കെട്ടിയ പെണ്ണും പെൺവേഷം കെട്ടിയ ആണും നമ്മളെ വീട്ടിലുണ്ടാകാൻ പാടില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ മുടി വെക്കുന്നതിനെ കുറിച്ചൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലിബ്സതൽ മർഅ വൽ മർഅത തൽബസു ലിബ്സതർ റജുൽ, റജുലിന്റെ വസ്ത്രം സ്വീകരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം സ്വീകരിക്കുന്ന ആണിനെ റസൂൽ ശപിച്ചു.
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുടിയെ സംബന്ധിച്ച് പെണ്ണുങ്ങളെ കുറിച്ച് അവസാന കാലത്ത് വരാൻ പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അവരെ മുടി എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇരിക്കും. ഒട്ടകത്തിന്റെ പൂഞ്ഞ ഒട്ടകത്തെക്കാൾ മേലക്കനല്ലോ, മുടി ഇങ്ങനെ മേലക്കാക്കിയിട്ട് അത് കാണാം. അൽമായിലത്തിൽ മുമീലത്തി, കൊഞ്ചിക്കൊഴഞ്ഞു നടക്കുന്ന, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന പെണ്ണുങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി. ലാ യദ്ഖുലുൽ ജന്നത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്ദിന റീഹഹ, അതിന്റെ മണം പോലും അവർ ആസ്വദിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ കൃത്രിമ സൗന്ദര്യം സ്വീകരിക്കല് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചൊരു കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുന്നത്. ഒന്നിനും യാഥാർത്ഥ്യമൊക്കെ കൃത്രിമാണല്ലോ. ചിരിയും കൂടി കൃത്രിമാണ്, മുടി കൃത്രിമം, അതുപോലെ തന്നെ മുടിന്റെ കളറ് കൃത്രിമം, മുഖത്ത് തേച്ച പെയിന്റ് കൃത്രിമം, ഒക്കെ കൃത്രിമം. അത് പാടില്ല. ഇസ്ലാം ലാളിത്യത്തെയും അതുപോലെ തന്നെ യഥാർത്ഥ രൂപത്തെയുമാണ് ഇഷ്ടപ്പെടുന്നത്. അതിലുള്ള കൃത്രിമത്വം ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ പച്ച കുത്തുന്നത് നബി വിരോധിച്ചിട്ടുണ്ട്. പുരികം പറിച്ചു കളയാ, സൗന്ദര്യത്തിന് വേണ്ടി പുരികം പറിച്ചു കളയുന്ന റസൂല് വിരോധിച്ചിട്ടുണ്ട്. പല്ലുകൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പല്ലുകൾക്കിട രാവിയിട്ട് പല്ലുകൾക്കിട ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നത് റസൂൽ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വക കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നരച്ച മുടിക്ക് ചായം കൊടുക്കൽ നബി വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നൽ യഹൂദ വന്നസാറ ലാ യസ്ബിഊൻ ഫഖാലിഫൂഹും, യഹൂദികളും നസാറാക്കളും നിരക്ക് ചായം കൊടുക്കാതെ നിങ്ങൾ അവർക്കെതിരാകണം. നരച്ച മുടി അങ്ങനെ തന്നെ നിർത്താൻ പാടില്ല. അത് ഷെയ്ബ്, ആ നിരയുടെ നിറം മാത്രം. ഗയ്യിറു ഹാദ ഷെയ്ബ് വലാ തശബ്ബഹു ബിൽ യഹൂദി വന്നസാറ, നിങ്ങൾ നിരയുടെ ചായം മാറ്റണം. നിങ്ങൾ യഹൂദികളോടും ക്രിസ്ത്യാനികളോടും ഒരിക്കലും തന്നെ സാദൃശ്യമുള്ളവരാകരുത്. അപ്പൊ നരച്ച തലമുടി, നരച്ച താടി, അതിന് മാറ്റം വരുത്തണം, കളർ മാറ്റണം. എന്ത് കളറാ കൊടുക്കേണ്ടത്? കറുപ്പല്ലാത്ത കളറാ കൊടുക്കേണ്ടത്. നബി പറയാ, ഒരിക്കല് അബൂ ഖുഹാഫർ, അബൂബക്കർ സിദ്ദീഖിന്റെ വാപ്പാനെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ തലയും താടിയൊക്കെ നല്ലോണം വെളുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ കുമ്പളങ്ങ പോലെ അയച്ചിട്ട്. അപ്പൊ നബി പറയാണ്, ഗയ്യിറു ഹാദ ശൈബ്, ഈ നര നിങ്ങൾ ഒഴിവാക്കണം. കറുപ്പുകൾ ഉപയോഗിക്കാനും പാടില്ല. ഇപ്പൊ ചില ആളുകൾ ചർച്ച ചെയ്ത് കറുപ്പായാലും കുഴപ്പമില്ല എന്നിടത്താപ്പുള്ളത്. അത് ശരിയല്ല. കാരണം നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഗായത്തുൽ മറാം ഫി തഖ്രീജുൽ ഹലാലി വൽ ഹറാം, യൂസുഫുൽ ഖർദാവിയുടെ അൽ ഹലാലി വൽ ഹറാം ഫിൽ ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ ഹദീസുകളെ തഖ്രീജ് ചെയ്ത് നടത്തിയ പുസ്തകം. അതിൽ അദ്ദേഹം 2 ഹദീസുകൾ കൊടുക്കുന്നുണ്ട്. ഒരു ഹദീസ്, മൻ ഖല്ലബ ബിസ്സവാദ് ഖല്ലബല്ലാഹു വജ്ഹു യൗമൽ ഖിയാമ, ആരെങ്കിലും കറുപ്പ് കൊണ്ട് നിരക്ക് ചായം കൊടുത്താൽ അവന്റെ മുഖത്തെ അല്ലാഹു ഖിയാമത്ത് നാളിൽ കറുപ്പിക്കുന്നതാണ്. ഒന്ന്. മറ്റൊരു ഹദീസ്, കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്ന ചില ആളുകൾ അവസാന കാലത്ത് വരും, അവർ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുന്നതല്ല. ഈ 2 ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചായം കൊടുക്കുമ്പോൾ കറുപ്പ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, ഇന്ന അഹ്സന മാ ഗയ്യർതും ബിഹി ശൈബ് അൽ ഹിന്നാ വൽ കതം, തിർമിദി റിപ്പോർട്ടിന്റെ ഹദീസാണ്. നിങ്ങൾ നിങ്ങളുടെ നരയുടെ ചായം മാറ്റാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് ഹിന്നയും കത്തുമുമാണ്. ഹിന്നങ്ങൾക്കൊക്കെ അറിയാം, മൈലാഞ്ചി. കത്തുമ നമ്മുടെ കിട്ടുന്ന ഒരു തരം ചെടിയാണ്. കത്തുമ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നമ്മളെ മദീനത്തെ ഷെയ്ഖ് അബ്ദുൽ സമദ് ഖാത്തിനോട് ചോദിച്ചു, കത്തുമ എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വാങ്ങാൻ കിട്ടുന്ന പച്ച ഒരു പൊടിയുണ്ടല്ലോ, ഹിന്ന ഇറാഖി എന്ന് പറയുന്നത്, അതാണ് അദ്ദേഹം കത്തുമ ചെടി. അവിടെ പൊടി ഇവിടെ വാങ്ങിട്ട് അത് 2 കൂടി കൂട്ടിയിട്ടാണ് താടിക്ക് ചായം കൊടുക്കേണ്ടത്, തലയ്ക്ക് ചായം കൊടുക്കേണ്ടത്. അപ്പൊ തലക്കും താടിക്കും നിരയുടെ ചായം മാറ്റി കൊടുക്കുക എന്നുള്ളത് റസൂല് പഠിപ്പിച്ച സുന്നത്താണ്. മനസ്സിലായില്ലേ? താടിയും കൂടി മൈലാഞ്ചിട്ടിന് എത്താ വേള കോലം എന്ന് പറയുന്ന ആളുകളാ നമ്മളെ കൂട്ടത്തിലുള്ള ഇപ്പോഴും. എന്താണ് അങ്ങനെ സുന്നത്തുണ്ട് എന്ന് അറിഞ്ഞൂടാ? താടിക്ക് മൈലാഞ്ചിന്റെ സുന്നത്താണെന്ന് അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഉണ്ടായിട്ട് പുച്ഛിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ആളുകൾ നേരെ അവഗണിച്ചിട്ടുള്ള ഒന്നാണ് താടി വളർത്തല്. താടി ചിലർ മുജാഹിദാകണന്നെ അതിനാണ്, തുണിയൊന്ന് താത്തെടുക്കാനും താടി വടിക്കാനും. ആദ്യകാലത്തൊക്കെ മുജാഹിദാകണ അതിനാണ്. എന്നാൽ ഒരിക്കലും അത് ശരിയല്ല. സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ്. ഖാലിഫുൽ മുശ്രിക്കീൻ വഫിറുൽ ലിഹാ വഅഹ്ഫിശ് ശവാരിബ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളോട് എതിരാവണം. നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക. നിങ്ങൾ മീശ നന്നായി എടുക്കുക. മീശ വടിക്കേണ്ടതില്ല, മീശ ചെറുതാക്കി എടുക്കുക, വളരെ ചെറുതാക്കി മീശ എടുക്കുക. നമ്മളോ മീശ നിർത്തുക, താടി വടിക്കുക. അതാ നമ്മളെ ആളുകൾ ചെയ്യണത്. നേരം പെട്ടെന്ന് ഇന്ന് ചിലർക്കെങ്കിലും ക്ലാസ്സിന് വരാൻ നേരം വൈകി എന്താ? താടി വടിക്കണ്ടേ? വെള്ളിയാഴ്ച താടി വടിക്കണം. അപ്പൊ താടി വടിക്കാൻ നേരം വൈകി.
ബ്ലേഡൊക്കെ എടുത്ത് കണ്ണാടിയൊക്കെ എടുത്ത് മറ്റൊക്കെ ഒന്ന് പൂശി, ഒന്ന് പഠിച്ച് പിന്നൊന്ന് പൂശി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും താടി പഠിച്ചിട്ടില്ല, സഹാബികളും പഠിച്ചിട്ടില്ല. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ പറയണേ മുശ്രിക്കുകളോട് എതിരാകണം എന്നല്ലേ പറഞ്ഞ്, ഇപ്പൊ മുശ്രിക്കുകളും ചിലരൊക്കെ വളർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞമ്മക്ക് പഠിക്കൽ തുടങ്ങാം. ഇങ്ങനെയുണ്ട്. മുശ്രിക്കുകൾ ഇപ്പോഴും ഭൂരിപക്ഷം പഠിക്കണോ തന്നെയാണ്. വളർത്തുന്നതിൽ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. വല്ല സിനിമാക്കാരൻ അനുകരിക്കാനോ അല്ലെങ്കിൽ വല്ല നീർച്ചക്കടം വീട്ടാനോ പ്രേമനൈരാശ്യം കൊണ്ടോ ഒക്കെ വളർത്തുന്നവരുണ്ടാവും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ. ഒരു മതചടങ്ങ് എന്ന നിലക്ക് അവരിന്നും വളർത്തുന്നില്ല. ഉണ്ടോ? ഒരു മതചടങ്ങ് എന്ന നിലക്ക് മുശ്രിക്കുകൾ യഹൂദിയാകട്ടെ, നാം അവഗണിച്ച ഒരുപാട് നബിചര്യകളുടെ കൂട്ടത്തിൽ വളരെ ലാഘവബുദ്ധിയോടുകൂടി നാം അവഗണിച്ച ഒരു നബിചര്യയാണ് താടി വളർത്തുക എന്നത്. അതിന്റെ ഗൗരവം ആളുകൾ പലരും ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. അത് എത്രത്തോളം എന്ന് വിചാരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില ആളുകൾക്ക് സംശയമാണ്. അതങ്ങനെ അറബികളുടെ ഒരു ആചാരമായിരുന്നു താടി വളർത്തൽ, ആ നിലക്ക് വളർത്തിയതല്ലേ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. അറബികളുടെ ആചാരമായിരുന്നെങ്കിൽ റസൂൽ അതിന് പ്രേരിപ്പിക്കുകയില്ല. 20 or 25 ഹദീസുകള് ആ വിഷയത്തിൽ താടി വളർത്തണം എന്ന് ഗൗരവപൂർവ്വം കൽപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കുക സുന്നത്തല്ലേ ഉള്ളൂ, ഒരു സുന്നത്ത് ഒഴിവാക്കിയ ചിലപ്പോ കുറ്റം കിട്ടുമൊന്നുമില്ലല്ലോ, ഒഴിച്ചാ കൂലിയുള്ള ചെയ്താ കൂലിയുള്ളതും ഒഴിച്ചാ ശിക്ഷയില്ലാത്തതുമായ സുന്നത്തല്ലേ എന്നാണ്. അല്ല, അവിടെ സുന്നത്ത് എന്ന് പറയുകയാണെങ്കിൽ സുന്നത്തുർ റസൂൽ നബിചര്യ എന്ന അർത്ഥത്തിലാണ്. ആ നബിചര്യയിൽ വാജിബായത് പെടും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ പെടും. കൂലിയുണ്ട് എന്നാ ശിക്ഷയില്ലാത്തവരൊക്കെ ഉൾക്കൊള്ളുന്ന ആ സുന്നത്താണോ എങ്കിൽ അതാണ് ശരി. സുന്നത്തുർ റസൂൽ നബിചര്യ എന്ന അർത്ഥത്തിലുള്ളതാണ്. ഇത് താടി വളർത്താനുള്ള കൽപ്പന നിർബന്ധത്തിനുള്ള കൽപ്പനയാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് നിർബന്ധത്തിനല്ലെങ്കിൽ റസൂൽ ഒരിക്കലെങ്കിലും പഠിച്ചു കാണിച്ചു വരുമായിരുന്നു. ചില ആളുകളോട് പറയാം ഇൻഷാ അല്ലാഹ് നിങ്ങൾ താടി വളർത്തണം, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എപ്പോഴാ പറയാ അറിയോ? നിങ്ങൾ തീരുമാനം എടുത്തിട്ട്. പിന്നെ അടുത്ത കൊല്ലം ചോദിക്കുമ്പോൾ അന്ത്യ ഞങ്ങൾ വളർത്തിയില്ല, ഞാൻ അന്നേ ഇൻഷാ അല്ലാഹ് പറഞ്ഞുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉറപ്പില്ലാത്തിനാ പറയാന്നാണ് നമ്മൾ ആളുകൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു വിലയില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, നിങ്ങളൊരു കാര്യം ഞാൻ ഇന്ന കാര്യം നിർബന്ധമായും പ്രവർത്തിക്കുന്നതാണ് എന്ന് നിങ്ങൾ പറയരുത് ഇൻഷാ അല്ലാഹ് പറയാതെ എന്നാണ്. അപ്പൊ നമ്മൾ നിർബന്ധമായും ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് പറയാവൂ. ഇനി എനിക്ക് വേറെ തടസ്സമല്ല, അല്ലാഹ് വല്ല തടസ്സവും പുതിയത് ഉണ്ടാക്കിയെങ്കിൽ അല്ലാതെ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഉറപ്പില്ലാത്തതിനാ ഇൻഷാ അല്ലാഹ് പറയില്ലെന്ന അപ്പൊ ആളുകൾ വിചാരം. ചില ആളുകൾ ജാമ്യയിലൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പ്രസംഗിക്കാൻ വിളിക്കാൻ വരും. അപ്പൊ മൗലവിമാര് പ്രസംഗം വെച്ചിട്ട് എന്നാ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരാം. അല്ല ഇൻഷാ അല്ലാഹ് ഒന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ വരുന്ന വേണം, വേറെ ആരും അവിടെ കയറാല്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല എന്നാണ്. അത് മാറണം. ഇൻഷാ അല്ലാഹ് പറയലെപ്പോഴറിയോ? നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചതിന് ശേഷം ഇനി പടച്ചോന്റെ ഭാഗത്ത് എനിക്ക് വല്ല തടസ്സം ഉണ്ടായാലേ ഞാൻ വളർത്താതെ കൊള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം താടി വളർത്താന്നുള്ളത്. ഇപ്പൊ വേറൊരു വാദം കേട്ടോ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞൊരു വാദം എന്ത്? മുശ്രിക്കീങ്ങൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കാം. ജൂത ക്രിസ്ത്യാനികൾക്ക് എതിരാകലല്ലേ? അപ്പൊ അത് പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ നിർത്തിയാൽ നമുക്ക് തുടങ്ങാൻ നടത്തുക. ഇപ്പൊ ജാറത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അവിടെ ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ് ജാറം. എന്നാ ഇനി ക്രിസ്ത്യാനികൾ ജാറം നിർത്തിയാലോ? നമ്മൾ ജാറുണ്ടാക്കൽ തുടങ്ങില്ല അതോ? അതുപോലെ തന്നെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കരുത്, അത് മജൂസികളുടെ നിസ്കാര സമയമാണ് എന്നിട്ടുണ്ട്. അപ്പൊ മജൂസികൾ ആ നിസ്കാര സമയം നിർത്തിയാലോ? എന്നാ ഇനി നമുക്ക് തുടങ്ങല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിഷയമുണ്ട്. വേറെ ചിലർ പറഞ്ഞെന്താ അറിയോ? ചില സുല്ലമിമാര് പ്രചരിപ്പിച്ചതാണ് താടി വളർത്തിയിട്ട് ഇന്ന കൂലി കിട്ടുന്ന ഹദീസിലില്ല. ചില എല്ലാത്തിന്റെയും കൂലി ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഔറത്ത് മറച്ച എന്ത് കൂലി കിട്ടുന്നുള്ളത് ഹദീസില്? ഔറത്ത് മറച്ചതിന്റെ കൂലിയുണ്ടോ? ഞാൻ ശൈഖ് അബ്ദുസമദ് ഖാത്തിബിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതാ, ഔറത്ത് മറച്ചതിന് കൂലി കിട്ടുന്നു വല്ല ഹദീസുണ്ടോ? അപ്പോ കൂലി എല്ലാത്തിനും പറഞ്ഞോളന്നില്ല. പൊതുവെ റസൂലിനനുസരിച്ച് ആ സ്വർഗം കിട്ടുന്നു, അതിന്റെ കൂലി. പിന്നെ വേറെ വാദം വേറെ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് താടി എന്ന് പറയുന്നത് ഈ 2 ചുണ്ടിനും താഴെ മുളക്കണീന് മാത്രമാണ്. അപ്പൊ താടി വളർത്തണത്തിന് ഇവിടെ ഇങ്ങനെ നിർത്തണം എന്നേ ഉള്ളൂ, ഇവിടുത്തൊക്കെ പഠിക്കാം. ശുദ്ധ സംബന്ധം. അവർക്ക് ഭാഷനെ അറിഞ്ഞൂടാന്ന് അതിന്റെ അർത്ഥം. ലഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈറൂസാബാദിയുടെ കാമൂസിൽ കാണാം 2 കവളത്തും ചുണ്ടിന് താഴെയുള്ള ഈ താടിയിലും മുളക്കുന്നതെല്ലാം ആ മുളക്കുന്ന രോമത്തിനൊക്കെ പറയുന്ന പേരാണെന്ത്? ലഹിയത്ത് എന്നത്. മുഖത്ത് മുളക്കുന്ന എല്ലാ രോമവും മീശ അല്ലാത്ത അതിനൊക്കെ പറഞ്ഞ പേരാണെന്ത്?
താടി എന്നുള്ളത്. കാരണം ചില ആളുകൾ അങ്ങനെയും വാദിച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ളതിന് മാത്രമേ താടി എന്ന് പറയുള്ളൂ, ഇതിന് താടി എന്ന് പറയില്ല. അങ്ങോട്ട് പറഞ്ഞുകൂടെ തന്നെ, തനിക്ക് തന്റെ ഹവക്കനുസരിച്ച് പറയാം. ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, അൽ ലിഹ്യത്തു ഇസ്മുൻ ലിമാ നബത അലൽ ഖദ്ദൈനി വദ്ദിഖൻ, രണ്ട് കവിളത്തും ദിഖിലും വളരുന്നതിന് പറയുന്ന പേരാണ് ലിഹ്യത്ത് എന്നത്. മാത്രല്ല താടി വളർത്തൽ ഉജൂബാണെന്നതിന് ഇപ്പൊ എന്താ തെളിവ്? റസൂൽ പറയാണ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഹദീസിന് ഒന്ന്, എന്ത്? വഫിറുൽ ലിഹ, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തൂ. അഅഫുൽ ലിഹ, നിങ്ങൾ താടി അധികമായി വളർത്തൂ. വഖസ്സുശ് ശാരിബ്, നിങ്ങൾ മീശ വെട്ടുകയും ചെയ്യുക. മീശ വടിക്കുക എന്നല്ല, മീശ വെട്ടുക എന്നാ പറഞ്ഞത്. വേറെ റിവായത്തില് ഇൻഹഖുശ് ശവാരിബ എന്നുണ്ട്. നഹക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം എടുക്കുക എന്നാണ്. അതുപോലെ അഹ്ഫുശ് ശവാരിബ എന്നുണ്ട്, നിങ്ങൾ മീശ നല്ലവണ്ണം താഴ്ത്തിയെടുക്കുക. മീശ നമ്മളെ ആളുകൾ പലരും തൊടുന്നല്ല, ചുണ്ടിന് കാണുന്നല്ല ചില ആളുകളുടെ. നല്ല ഭക്ഷണം വെള്ളമൊക്കെ കുടിച്ചാൽ കരടൊക്കെ കയ്യിൽ തങ്ങണം എന്നുള്ള മാതിരിയാണ്. മീശ വെട്ടണം, മീശ ചെറുതാക്കി വെട്ടണം, താടി വെട്ടണം. വേറെ ചില ആളുകൾ പറയാണ്, നിങ്ങൾ ഈ താടി വളർത്തുന്നവർക്ക് തന്നെ തർക്കമുണ്ട്, അത് തീരെ വെട്ടാൻ പാടില്ല എന്നൊരു കൂട്ടര്, ഒരു പിടി കഴിഞ്ഞിട്ട് വെട്ടാന്നൊരു കൂട്ടര്, നന്നാക്കാൻ പാടില്ല എന്നൊരു കൂട്ടര്, നന്നാക്കാന്നൊരു കൂട്ടര്. ഇതൊക്കെ തർക്കം തീർത്ത് എന്നിട്ട് ഞാൻ വളർത്തിക്കോളാം. ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ന്യായങ്ങളാണ്. താടി വളർത്തണം എന്ന കാര്യത്തിൽ ആർക്കുമില്ല തർക്കം. താടി വടിക്കൽ ഹറാമാണ് എന്നതാണ് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാല്, നിങ്ങളിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടുള്ള കൽപ്പന, പിന്നെ നബിയുടെ പ്രവൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൃദ്ധമായ താടി വളർത്തിയിരുന്നു എന്ന് ഹദീസിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഒരു കാര്യം നിർബന്ധമായി കൽപ്പിച്ചാൽ അതിനെതിരെ പ്രവർത്തിക്കൽ ഹറാമാണ്. അതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ഹദീസിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അശറത്തും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ പ്രകൃതിപരമായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുന്നിടത്തും ആ താടി വളർത്തുന്നതിനെ കുറിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും പൗരാണിക പണ്ഡിതന്മാർ മുതൽ ആധുനിക കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർ വരെ ഈ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ മറാത്തിബുൽ ഇജ്മാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, വത്തഫഖു അലാ അന്ന ഹൽഖ ജമീഇൽ ലിഹ്യത്തി മുസ്ലത്തുൻ ലാ തജൂസ്, താടി മുഴുവൻ വടിച്ചു കളയുക എന്നത് അനുവദനീയമല്ലാത്ത ഒരു അംഗഭംഗം വരുത്തലാണ്. ശരീരത്തിന് അംഗഭംഗം ഉണ്ടാക്കല് അനുവദിക്കപ്പെടാത്തതാണ്. അപ്പൊ അള്ളാഹു ഉണ്ടാക്കിയതാണ്, അത് വടിച്ചു കളയാൻ പാടില്ല. അപ്പൊ ചില ആളുകൾ ചുണ്ടാ കക്ഷത്തിലെ രോമം പഠിക്കണോ, അങ്ങനെയല്ലേ? അല്ല, അത് അങ്ങനെയല്ലാന്ന് ഹദീസിന് വ്യക്തമാണ്. 40 ദിവസത്തിലൊരിക്കൽ പഠിച്ച് കളയണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഗുഹ്യസ്ഥാനത്തും കക്ഷത്തിലുള്ള രോമങ്ങൾ അത് പഠിക്കൂല. ഓരോന്ന് കുപ്പായ അയച്ചാൽ കാണാം, മാസങ്ങളായിട്ടുണ്ടാവും പഠിച്ചിട്ട്. അത് പാടില്ല, അത് 40 ദിവസത്തിലധികം പഠിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യൂല, ഇത് ചെയ്യേണ്ട അറിഞ്ഞ് ചെയ്യും. ഇതാണ് ആളുകളുടെ സ്വഭാവം. ഹദീസ് അനുസരിച്ച് ജീവിക്കണം എന്ന് നമുക്ക് ആളുകൾക്ക് അറിഞ്ഞുകൂടെ തന്നെ. ഇബ്നു തൈമിയ അദ്ദേഹത്തെ അൽ ഇഖ്തിയാറാത്തുൽ ഇൽമിയ എന്നുള്ളതില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വയഹ്റുമു ഹൽഖുൽ ലിഹ്യ, താടി പഠിക്കൽ ഹറാമാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയാം, ഹറാമാന്നൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ചില ആൾ കറാഹത്താന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. കറാഹത്ത് എന്നുള്ളത് ഹറാം എന്ന അർത്ഥത്തിൽ ആദ്യകാലത്ത് മുൻകാല പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി വലിയ ആക്ഷേപമുണ്ട്. സ്വന്തം മകളെ കെട്ടാൻ അദ്ദേഹം പറഞ്ഞാണ്, കെട്ടാൻ തെറ്റില്ല. എന്താ, ഒരാൾക്ക് വ്യഭിചാരത്തിലൊരു പുത്രി ഉണ്ടായാൽ അവളെ കെട്ടൽ കറാഹത്താണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. യഥാർത്ഥ ബന്ധത്തിലുണ്ടായ കുട്ടിയല്ല, വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്. ആ പെൺകുട്ടി വളർന്നായാൽ അവർ കെട്ടൽ കറാഹത്താണ്. കറാഹത്തിന് ഹറാം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ മുൻഗാമികൾ ഉപയോഗിച്ച വാക്കുകളെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കണ കറാഹത്തുണ്ടല്ലോ, ആ അർത്ഥത്തിൽ ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തില് ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഫൂസാൻ എന്ന് തുടങ്ങിയ എല്ലാ സലഫി പണ്ഡിതന്മാരും താടി പിടിക്കൽ ഹറാമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? കേരളത്തിലാണെങ്കിൽ സയ്യിദ് സനാഉല്ലാ മഖ്ദി തങ്ങൾ മുതൽക്ക് കെ.എം. മൗലവി സനാഉല്ലാ മഖ്ദി തങ്ങളുടെ പുസ്തകങ്ങൾ സമ്പൂർണ്ണഗതികളിൽ എടുത്തു നോക്കി വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് താടി പിടിക്കുന്നതിനെ കുറിച്ചും മീശ വെട്ടാത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1959 കെ.എം. മൗലവി സൗദി അറേബ്യയിൽ വന്നിട്ട് ഇവിടുത്തെ രാജാവിന് ഒരു നിവേദനം കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്താണ് യഥാർത്ഥ ഇസ്ലാമിക ഭരണമുള്ളതെന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ കുറെ സെലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി പഠിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും താടി പഠിക്കൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് അദ്ദേഹം ആ കൊടുത്ത നിവേദനത്തിലുണ്ട്. കെ.എം. മൗലവി എന്ന പേരിൽ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ പുസ്തകത്തില് ആ നിവേദനം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പുറത്തിറക്കിയ ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകത്തില് അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ആളുണ്ട്, അത് ഗൾഫ് സലഫിസാണെന്നാണ്. ഇപ്പൊ സലഫിസത്തിന് കുറെ ബ്രാൻഡ് ഉണ്ട് എന്നാണ് ഇഖ്വാനികൾ പ്രചരിപ്പിക്കണത്.
ആഫ്രിക്കൻ സലഫിസം വേറെ, ഓസ്ട്രേലിയൻ സലഫിസം വേറെ, അമേരിക്കൻ സലഫിസം വേറെ, ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ സലഫിസം വേറെ, ദക്ഷിണേന്ത്യൻ വേറെ. എന്തൊക്കെ ആളുകൾ പറയും. ഇസ്ലാമിന് ഇങ്ങനെ ബ്രാൻഡുകളുണ്ടോ? അപ്പൊ ആ തരത്തിൽ നമ്മൾ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. താടി വളർത്തുക എന്നത് നിർബന്ധമാണ്, താടി വടിക്കൽ ഹറാമാണ്. കെ എം മൗലവി മാത്രമല്ല, താടിയിലാണോ ഇസ്ലാം എന്ന പേരിൽ സയ്യിദലവി പുറത്തൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിന് അന്ന് ജീവിച്ചിരുന്ന KNMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് മൗലവിയും അതുപോലെ തന്നെ ഉമർ മൗലവിയുമാണ് അതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അതിൽ താടി വടിക്കൽ ഹറാമാണെന്ന് സ്ഥാപിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ എല്ലാവരും അങ്ങനത്തെ ഇടക്കാലത്ത് ചില ആളുകൾക്ക് ഇത് ഒസ്വാസ് ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒസ്വാസിന് നിൽക്കേണ്ട താടി കൊണ്ട് വളർത്തുക. പിന്നെ ചില ആളുകളുണ്ട്, ഞാൻ വടിക്കലില്ല എന്നാ വളർത്തണമില്ല, ഉമിക്കരി തേച്ചാന്ന് തോന്നുന്നു കണ്ട, അങ്ങനെ പേരിന് വടിക്കുന്നത് പോലെ വെട്ടുക. പഠിച്ചു എന്നുള്ള വാക്കുണ്ട് ഒഴിവാക്കിയിട്ട്. വടിക്കരുത് എന്നല്ല നബിന്റെ വാക്ക്, വളർത്തുക എന്നാണ് നബിന്റെ വാക്ക്. കൊണ്ട് വളർത്തുക. ഒരു പിടി കഴിഞ്ഞാൽ സഹാബികൾ വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വെട്ടേണ്ടവർക്ക് വെട്ടാം, അല്ല തീരെ വെട്ടാൻ പാടില്ലെന്നാണ് ചില പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ വിടേണ്ടവരും വിട്ടോ. രണ്ടിനും ആ കാര്യത്തിൽ അനുവാദമുണ്ട്. കാരണം ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ സംഭവിച്ച അഭിപ്രായ വ്യത്യാസം മാത്രമാണ്. ആ അഫു എന്ന് പറഞ്ഞാൽ തൊടാതെ വിടുക എന്ന് ചില ആളുകൾ അർത്ഥം പറഞ്ഞു. വളർത്തുക എന്ന് തന്നെ അതിന് അർത്ഥമുള്ളൂ. സഹാബികളിൽ പലരും നബീന്ന് അങ്ങനെ മനസ്സിലാക്കി ഒരു പിടി കഴിഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും തർക്കത്തിനൊന്നും പ്രശ്നമില്ല. താടി വളർത്തുക എന്നത് റസൂലിന്റെ പ്രധാനപ്പെട്ട ചര്യയാണ്, അത് നിർബന്ധമാണ്. താടി വളർത്തൽ നിഷിദ്ധമാണ്. ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് താടി വളർത്തൽ നിർബന്ധവും താടി വടിക്കൽ നിഷിദ്ധവുമാണ്. വാക്ക് പരിശോധിച്ചാൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ള, ഞാനിപ്പോ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലെ പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രസംഗം കേട്ടിട്ട് പ്രസംഗത്തിന് മാർക്കിട്ട് എണീറ്റ് പോകാനുള്ളവരല്ല. നിങ്ങൾ ആരുടെയും പ്രസംഗത്തിന് സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പ്രസംഗം നന്നായിന്നോ മോശമായിന്നോ തിരക്കില്ല ഒന്നും ഇവിടെ ആവശ്യമില്ല. ഈ പറഞ്ഞതിൽ നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ എന്ത്, അത് മനസ്സിലാക്കിയിട്ട് അതിനൊരു തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങളിപ്പോ തിരിച്ചു പോകാൻ. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഗൗരവത്തിൽ പറയാം. അല്ലെങ്കിൽ ഈ പരിപാടി വേസ്റ്റാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസം നമ്മൾ ഇതിനുവേണ്ടി നീക്കിവെച്ചത് നമ്മുടെ പ്രവർത്തകരുടെ തസ്കിയത്ത് ഉദ്ദേശിച്ചാണ്. നമ്മളൊരു ആവേശത്തിനും വികാരത്തിനും വേണ്ടി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ആരോടെങ്കിലുമുള്ള ദേഷ്യം തീർക്കാൻ അതിൽ പ്രവർത്തിക്കേണ്ടതില്ല. ഇപ്പൊ സംഗീതത്തിന്റെ കാര്യം, എത്ര കാസറ്റുകളിലൂടെ നമ്മൾ ആളുകൾ കേട്ടാലും ഇപ്പോഴും ആ TV ഇങ്ങനെ അത് കണ്ടാലേ ഒരിക്കലും ഉറക്കം വരുള്ളൂ. റാഫിന്റെ മ്യൂസിക് കേട്ടാൽ അത് വാഗ്മനിൽ വെച്ചാലേ ഉറക്കം വരുള്ളൂ. അതിൽ ശൈത്താനാണ് എന്റെ സ്വഭാവം. അതൊക്കെ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പോലും അലംഭാവം. മ്യൂസിക് പാടില്ല എന്റെ വീട്ടിൽ എന്ന് തീരുമാനിക്കണം. നമ്മളെ വീട്ടിൽ മ്യൂസിക് പാടില്ല. ടെലിഫോണിൽ നിന്ന് മ്യൂസിക് ഒഴിവാക്കാൻ പറഞ്ഞ ആളുകൾക്ക് എന്താ ടെലിഫോണിലല്ലേ, എന്താ മ്യൂസിക് പാടില്ലാണ്ട് ഒഴിവാക്കിയാൽ എന്താ? അപ്പൊ ആ നിലക്ക് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം നിങ്ങൾ ഇസ്ലാഹി സെന്റർ ക്ലാസ്സിൽ വരേണ്ടത്. പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി. എന്താ വിജയിപ്പിക്കൽ? 4 ആൾ വന്നാലും വിജയിച്ച്, കൂടുതൽ ആൾ വന്നാലും വിജയിച്ച്, ആള് പങ്കെടുക്കുക, ആൾക്കൂട്ടം ഇവിടെ പ്രശ്നമേ അല്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറുണ്ടോ എങ്കിൽ ഇവിടുത്തെ ക്ലാസ് കൊണ്ട് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അവിടെ ഞാൻ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ചിന്തിക്കണം. നാളെ പരലോകത്ത് ഇതൊന്നും ഞങ്ങൾക്ക് തെറ്റാണെന്ന് അറിയുമായിരുന്നില്ല പടച്ചോനെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ അവസരം ഉണ്ടാകരുത്. ഈ കാസറ്റ് കേൾക്കുന്ന ആളുകൾക്ക് അവസരം ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ എനിക്കും വലിയൊരു ബാധ്യത ഉണ്ടായിരിക്കും. എന്താ? ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ ഞാനും കടപ്പെട്ടവനായിരിക്കാണ്. എനിക്കും പേടിയുണ്ട്, നാളെ പരലോകത്ത് വെച്ച് പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കുറ്റത്തിൽ പെട്ടുപോകുമോന്ന് എനിക്കും പേടിയുണ്ട്. ഇത് സംഘടിപ്പിച്ചവർക്കും പേടിയുണ്ട്. ഇതൊക്കെ സംഘടിപ്പിച്ച് പരിപാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്മിറ്റിക്കാരനെ ഇതിന് പ്രവർത്തിച്ചാലോ? അപ്പൊ അവർക്കും പേടിയുണ്ട്. എല്ലാവർക്കും പേടിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും, പറഞ്ഞവർക്കും കേട്ടവർക്കും സംഘടിപ്പിച്ചവർക്കും ഒക്കെ പല ബാധ്യതകളും വന്നിരിക്കുകയാണ്. ആ ബാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ, ബിദ്അത്തുകൾ വർജിക്കുന്ന അതേ താല്പര്യത്തോടെ മുജാഹിദ് സുഹൃത്തുക്കൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഇവിടെ ചില ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾക്ക് ചോദ്യമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അറിയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും, അറിയാത്തവ ഞാൻ അറിയില്ല എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജമാഅത്തിന് പള്ളിയിൽ പോകണമെന്നുള്ളത് നിർബന്ധമാണെന്നറിയാം. അടുത്തൊന്നും സലഫി മസ്ജിദ് ഇല്ലാത്ത നിലക്ക് ഖുറാഫി പള്ളിയിൽ പോയി അവർക്ക് മഅ്മൂമായി നമസ്കരിക്കുന്നതിലും ഭേദം വീട്ടിൽ നമസ്കരിക്കുന്നതല്ലേ നല്ലത്? വിശദീകരിച്ചാലും.
ഒരു സുന്നിയെ കുറിച്ച് നമ്മളെ നിലപാടെന്താ? ഓ മുസ്ലിം ആണോ അല്ലേ? അത് ആദ്യം തീരുമാനിക്കണം. നിസ്കാരത്തിൽ തുടരൽ മാത്രമല്ലല്ലോ, സുന്നിയറ്റ് നമുക്കുള്ള ബന്ധം എന്തൊക്കെയാ? ഓൻ്റെ ഒന്ന് കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഓൻ അർത്ഥം തിന്നാൻ പാടുണ്ടോ? അതൊക്കെ ആദ്യം തീരുമാനിക്കണ്ടേ? അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? സുന്നികളായ കേരളത്തിലെ സുന്നികളെ മുസ്ലിം ആയിട്ടല്ല നമ്മൾ അംഗീകരിക്കണം. മുജാഹിദാകുമ്പോൾ അവനെ കൊണ്ട് ഷഹാദത്തിലേക്കുണ്ടോ? പോയി കുളിച്ചു വാട ഖുറാഫി എന്നിട്ട് ഷഹാദത്തിൽ എന്ന് പറയണ്ടോ മുജാഹിദാകുമ്പോ? ഇല്ല. അപ്പൊ അവർ മുസ്ലിങ്ങളാണ്. അതേസമയം അവർ ശിർക്ക് ബിദാത്തുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ മുസ്ലിങ്ങളായി തന്നെ അംഗീകരിച്ച് നമ്മളെ കുട്ടികൾ അവർക്ക് കെട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ കുട്ടികളെ നമ്മൾ കെട്ടുന്നുണ്ട്, നമ്മളെ അർത്ഥം അവർ തിന്നുന്നുണ്ട്, അവരുടെ അർത്ഥം നമ്മൾ തിന്നുന്നുണ്ട്. അല്ലേ? മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വാകല ദബീഹതന ഫഹുവ മിന്ന ഫലഹു മാലിൽ മുസ്ലിം വഅലൈഹി മാലിൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയും നമ്മൾ അറുത്ത് തിന്നുകയും ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അവന് മുസ്ലിമിനുള്ള എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്, മുസ്ലിമിന്റെ മേലുള്ള എല്ലാ ബാധ്യതയും അവനുണ്ട്. ഇതാണ് പൊതു തത്വം. അതുകൊണ്ട് ഇവിടുത്തെ സുന്നികളാകട്ടെ, ജമാഅത്ത് ഇസ്ലാമിക്കാരാകട്ടെ, തബ്ലീഗുകാരാകട്ടെ, ഖാദിയാനികളല്ലാത്ത ഇസ്ലാമിക് സൊസൈറ്റിക്ക് അകത്തുള്ളവരെയൊക്കെ മുസ്ലിമായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പിന്നെ ഒരാൾ ശിർക്ക് ചെയ്യുന്നു, കുഫ്ർ ചെയ്യുന്നു, അയാളെ മുശ്രിക്കും കാഫിറുമായി മുദ്ര കുത്തണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അയാൾക്കിത് ശിർക്കും കുഫ്റുമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇസ്ലാഹി സെന്ററിൽ തന്നെ ഉള്ള ഒരു ലഘുലേഖ, ഇവിടെ എങ്ങനെ ഒരു ലഘുലേഖ ഉണ്ട്, ഫിത്നത്തു തക്ഫീർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക്. കാഫിറാക്കുക എന്നതിന്റെ ഫിത്ന, കുഴപ്പം. ഒരാൾ കാഫിറാണെന്ന് പ്രഖ്യാപിക്കുക, അതിന് ചില ലവാബിത്തുകൾ, ചില വ്യവസ്ഥകൾ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾ കാഫിറാണെന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ ആ കുഫർ നമ്മളിലേക്ക് വരും, നമ്മൾ കാഫിറായി പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ വലിയ ഗൗരവമാണ്. ഒരാളെ തുടർന്ന് നിസ്കരിക്കൂല, എന്താ കാരണം? അവൻ കാഫിറാണ്. മുസ്ലിമെ തുടരാലോ, അല്ലേ? അപ്പൊ സുന്നി പള്ളിയിലുള്ള ഇമാമത്ത് നിൽക്കണോലൊക്കെ കാഫിറുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അവർ ശിർക്ക് ചെയ്യുന്നവരുണ്ടാകും, അറിഞ്ഞു ശിർക്കുന്നു, അറിയാതെ ശിർക്കുന്നവരുണ്ടാകും. പക്ഷെ ആ ഇമാമിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഒരു സ്ഥലത്ത് ചെന്നൊരു മുസ്ലിം പള്ളിയാണെങ്കിൽ അവിടെ കയറി നിസ്കരിക്കാൻ പറ്റും. അയാളെ പറ്റിയൊന്ന് പഠിച്ചിട്ട് തുടരാന്ന് വിചാരിച്ച നിസ്കാരം കഴിഞ്ഞിട്ട് അയാളെ പറ്റിയൊന്ന് പഠിച്ചു അയാളെ ജമാഅത്ത് കഴിഞ്ഞു പോവില്ലേ? അത് ഇസ്ലാമിലെ നിയമമേ അല്ലത്. നിസ്കാരം അറിയുന്നവരൊക്കെ നമുക്ക് പിന്തുടരാം. നിസ്കാരം അറിയുന്ന ഏത് മുസ്ലിമിനെയും നമുക്ക് നിസ്കാരത്തിൽ പിന്തുടരാം, പ്രശ്നമല്ല. പക്ഷെ ഒരാളെ സംബന്ധിച്ച് അയാൾ ശിർക്കും കുഫറും ചെയ്യുന്നത് വ്യക്തമായി നമുക്കറിയാം എങ്കിൽ നമ്മൾ അയാളെ തെളിവുകൾ കാണിച്ചു കൊടുക്കണം. നമുക്ക് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കുന്ന ആളുകളെ കൊണ്ട് കാണിച്ചിട്ട് അയാളെ ബോധ്യപ്പെടുത്തണം. എന്നിട്ടും അയാൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളുടെ ബന്ധം വിച്ഛേദിക്കാം. അപ്പൊ തുടരല് മാത്രമല്ല, ഓന്റെ കുട്ടിനെ കെട്ടാൻ പറ്റൂല, ഓൻ അർത്ഥം തിന്നവൽ, ആ വിഷയത്തിലൊക്കെ വരും. നമ്മൾ ആളുകൾക്ക് ഈ തുടരുന്ന വിഷയത്തിൽ മാത്രം ഇഷ്കാലുള്ളൂ. പിന്നുള്ളത് സുബഹിന്റെ കുനൂത്താണ്. സുബഹിന്റെ കുനൂത്തുള്ള പള്ളിയിൽ നമ്മൾ ചെന്നാൽ എന്തു ചെയ്യും? കഴിയുന്നത് നമ്മൾ വേറെ ജമാഅത്തായി നിസ്കരിക്കുക. അല്ല, നമ്മൾ സുബഹി കുനൂത്തുള്ള ഒരു പള്ളിയിൽ പെട്ടുപോയാല് ആ സമയത്ത് നമ്മൾ കൈ താത്തിയിട്ട് നമ്മൾ ആ ദിക്ർ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. റബ്ബനാ ലക്കൽ മില്ല സമാവാതി വമില്ലൽ അർളി വമില്ല മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. അതിന് ശേഷം പിന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, അഹ്ലൽ തനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദ് കുല്ലുനാ ലക അബ്ദുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ലാ മാനി ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. ഇങ്ങനെ ദീർഘമായി പ്രാർത്ഥന പഠിക്കുക. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. തുടർച്ചയായി അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് വേറെ നിസ്കരിക്കാവുന്നതാണ്. മറ്റു വക്തുകൾക്കൊന്നും തുടർന്നതിന് ഈ വക യാതൊരു പ്രശ്നവുമില്ല, തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യാം. നമസ്കാരത്തിലെ ഫാത്തിഹയിൽ അഊദ് ഓതൽ നിർബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദ് ഓതിയതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഊദ് ഓതുകയാണ് വേണ്ടത്. സലാം സുല്ലൈ പറഞ്ഞു, സംഗീതത്തിനെതിരിൽ വന്ന മുഴുവൻ ഹദീസും ദഈഫാണ് എന്ന് ഒരു ചോദ്യത്തിന് മറുപടി ഇതിന്റെ ശരിയായ വിശദീകരണം തന്ന് സഹായിക്കണം. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. തഹരീമു ആലാത്തു തറബ്, സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണ്. അപ്പോ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുകൾ സഹീഹാണെന്ന് വലിയ വലിയ മുഹദ്ദിസുകൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി വരെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. അത് ഒക്കെപ്പാടെ തെളിയിച്ചു പറയാൻ ഇപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് മൊത്തത്തിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിയുടെ മുമ്പിൽ വെച്ച് ധൈര്യം കെടുത്തുന്ന രൂപത്തിലൊന്നും പറയാൻ പാടില്ല എന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. മാരക രോഗങ്ങൾ പിടിയിട്ട് സന്ദർശിക്കുമ്പോൾ രോഗം മാറില്ലെന്ന് ഉറപ്പാണെങ്കിലും മാറുമെന്ന് സമാധാനിപ്പിക്കാമോ? കളവ് പറയലാകില്ലേ? സമാധാനിപ്പിക്കാം. ഏത് രോഗം അള്ളാഹു ഉദ്ദേശിച്ചാൽ മാറും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്.
എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രോഗവും മാറ്റിത്തരാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഭൗതികമായി നോക്കുമ്പോൾ നമ്മളെ ചികിത്സ അല്ല, നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന അള്ളാഹ്ക്ക് സാധിക്കും. അതുകൊണ്ട് രോഗിയോട് പറയുന്നത് ഒരിക്കലും തന്നെ അള്ളാഹു ഉദ്ദേശിച്ചാലൊക്കെ ശിഫയാകും, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയല് ആവശ്യമാണ്. അത് കളവ് പറയലല്ല. മുഖം മറക്കൽ നിർബന്ധമാണോ? സ്ത്രീകൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല എന്നതാണ് നാസറുദ്ദീൻ അൽബാനി പോലുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കെതിരിൽ അദ്ദേഹം ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പല്ലിന് ക്ലിപ്പിടൽ അനുവദനീയമാണോ? അതായത് കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ക്ലിപ്പിടുന്നതെങ്കിൽ സൗന്ദര്യം കുറഞ്ഞു പോയതുകൊണ്ട് ദോഷാണ് എന്ന നിലക്കാണെങ്കിൽ അത് ശരിയല്ല. പക്ഷെ അതുകൊണ്ട് അയാൾക്ക് ഈ വ്യക്തിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ക്ലിപ്പിടൽ അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് അത് സംബന്ധം എനിക്ക് മനസ്സിലാകുന്നത്. അതൊരു ഫത്വയായി നിങ്ങൾ കണക്കാക്കരുത്. ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് മൃഗത്തർക്ക് നിർബന്ധമാണോ? 300 റിയാൽ ഇല്ലാത്തവര് ഹജ്ജിന് പോകണ്ട. അതാ എനിക്ക് പറയാനുള്ളത്. ഹജ്ജില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്ക തൽബിയത്ത് ചെല്ലലും അറുക്കലുമാണ്. റസൂൽ 100 എണ്ണം അറുത്ത്, ഒരെണ്ണം പോലും അറുക്കാൻ വയ്യത്ത് എന്തിനത്ര അടങ്ങാറായി ഹജ്ജിന് പോണ്? ഹറമില് അതായത് ഹജ്ജിന്റെ മാസങ്ങളിൽ ഒരാൾ ഉംറ ചെയ്യുകയും ആ കൊല്ലം തന്നെ ഹജ്ജ് ചെയ്യുകയും ചെയ്താൽ അയാൾ മുത്തമത്തിയാണ്. അത് ജിദ്ദക്കാരനായാലും കേരളക്കാരനായാലും ഒക്കെ ശരിയാണ്. മുത്തമത്തിന് അറുക്കണം നിർബന്ധമാണ്. അത് അറുക്കാൻ വേണ്ടി ഒരുങ്ങി പോയാൽ മതി. നിങ്ങൾ പൈസ അല്ലാത്തൊരു 10 നോമ്പ് പറ്റോളിയും 3 നോമ്പ് ഹജ്ജ് കാലത്തും അല്ലാത്ത സമയത്ത് വേണം. അത് മക്കാർക്ക് പറ്റൂല. അതിലിപ്പോ ജിദ്ദക്കാരൻ പെടുമെന്ന് അറിഞ്ഞൂടാ. അത് ചോദിക്കേണ്ടതാണ്. മക്കാർക്ക് നോമ്പില്ല, നാട്ടിൽ പോയിട്ടുള്ള നോമ്പ് എന്നുള്ളത്. അത്തഹിയാത്തിൽ വിരലൽക്കുന്നതിന് ഹദീസ് ഉണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പോലെ വിരലും താഴ്ത്തുകയും ചെയ്യുന്ന ഹദീസിലുണ്ട്. അത്തഹിയാത്ത് തുടങ്ങുമ്പോൾ തന്നെ വിരലിങ്ങനെ വെക്കണം, അപ്പോഴാണ് അത് അളക്കേണ്ടത്. ഇബ്നു മാജ നസായിക്ക് റിപ്പോർട്ട് സഹിയ ഹദീസാണ്. നമസ്കാരത്തിൽ ഇമാം റുക്കൂയിലായിരിക്കുമ്പോൾ ഓടിപ്പോയി അതിനെ പിന്തുടർന്ന് റക്അത്തിനെ തികക്കുന്നവരുണ്ട്. സത്യത്തിൽ ആ റക്അത്ത് കണക്കാക്കാമോ? ഓടിപ്പോകണ്ട, എത്തിയോടത്തുനിന്ന് റുക്കൂയ് ചെയ്തിട്ട് മെല്ലെ നടന്നു നീങ്ങിയിട്ട് അങ്ങനെ നിൽക്കാമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ റക്അത്ത് കണക്കാക്കാം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ജിദ്ദയിൽ താമസിക്കുന്നവർക്ക് ഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്താൽ ആ വർഷം ഹജ്ജിന് പോയാൽ 60 നിർബന്ധം തന്നെ. 300 റിയാലിന്റെ കളിയല്ലേ. ഉംറക്ക് പോകുമ്പോൾ ഇഹ്റാമിന് ശേഷം സുന്നത്ത് നമസ്കാരം ഉണ്ടോ? ഇഹ്റാമിന് സുന്നത്ത് നിസ്കാരമല്ല, ഉംറക്കായാലും ഇല്ല, ഹജ്ജിനായാലും ഇല്ല. ഒരു നിസ്കാരത്തിന് ശേഷം, ഫർദ് നിസ്കാരത്തിന് ശേഷമാണ് നബി ഇഹ്റാമിൽ പ്രവേശിച്ചത്. അപ്പുണ്ടായിരുന്നു മാത്രം, അല്ലാതെ ഇഹ്റാമിനായിട്ട് സുന്നത്ത് നിസ്കാരമല്ല. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലമറക്കൽ കർമ്മം സുന്നത്തിൽ പെടുമ്പോൾ ചില വിമർശനം നടത്തുന്നതുകൊണ്ട് ഇത് ശരിയാണോ? തലമറക്കുന്നത് നമ്മൾ വിമർശിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മറച്ചിരുന്നു. പക്ഷെ തലമറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒറ്റ ഹദീസുകളും സഹിയായി വന്നിട്ടില്ല. തലമറക്കൽ ചെയ്യാത്തവരെ ആക്ഷേപിച്ചതായിട്ടും ഹദീസിൽ വന്നിട്ടില്ല. നബി ചെയ്തിരുന്ന ഒരു കർമ്മം എന്നുള്ളതൊക്കെ അത് വിമർശിക്കേണ്ട കാര്യമില്ല. ജുമുഅക്ക് മുമ്പുള്ള 1-ാം ബാങ്കിനെ കുറിച്ചുള്ള വിധി എന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വീടുകൾ വർദ്ധിച്ചു. തൊള്ളവാങ്ക് കൊടുത്ത അങ്ങാടിക്ക് കേൾക്കൂല. ഇന്നത്തെ പോലെ ക്ലോക്ക് ടവറോ വാച്ചോ ഒന്നുമില്ല, മൈക്കില്ല. അപ്പൊ അങ്ങാടിന്നൊരു ബാങ്ക് ഉണ്ടായി. ബാങ്ക് അല്ലാതെ വിളിയാണെന്നും പറയുന്നുണ്ട്. ചന്തപ്പരയിൽ, സൗറ എന്ന് പറഞ്ഞ ചന്തപ്പരയിൽ വെച്ചിട്ട്. എന്നിട്ട് പള്ളിയിൽ ഒരു ബാങ്ക് തന്നെ സഹാബികളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. സഹാബികളുടെ കാലത്തും പള്ളിയിൽ വെച്ച് 2 ബാങ്ക് കൊടുത്തിട്ടില്ല. അത് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഉമവി ഭരണാധികാരിയാണ് ഹിജ്റ 80 ശേഷം അതിനെ പള്ളിക്ക് കയറ്റിയത്. അതുകൊണ്ട് ആ ബാങ്ക് സുന്നത്തല്ല, അത് ബിദഅത്താണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി നിൽക്കുക. എങ്ങനെ? മൈക്കല്ലാത്ത, വാച്ചില്ലാത്ത ഒരു കാലം, തൊള്ളവാങ്ക് കൊടുത്ത അങ്ങാടി കേൾക്കൂല, അവിടെ വേറെ പള്ളിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങാടിയിൽ വെച്ചൊരു ബാങ്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ആ ഹദീസിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വിത്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാൻ പാടുണ്ടോ? വിത്ർ നമസ്കാരത്തിലെ ഖുനൂത്ത് ഓതുന്ന ഹദീസുകൾ സ്വഹീഹാണ് എന്നതാണ് മുഹദ്ദിസുകൾ, സലഫികൾ പറഞ്ഞിട്ടുള്ളത്. അത് ലൈഫാണെന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാര് നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്തല്ല എന്ന് വിചാരിച്ചത്. യഥാർത്ഥത്തിൽ ആ ഹദീസ് സ്വഹീഹാണെന്നാണ് എനിക്ക് എന്റെ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. കക്ഷത്തിലെ രോമം വടിക്കുന്നതാണോ പറിക്കുന്നതാണോ കൂടുതൽ അനുവദനീയം? ഹദീസിൽ പറിക്കുക തന്നെയാണ് ഉള്ളത്, നത്ഫിസ് ആണ് ഉള്ളത്. പക്ഷേ പറിക്കാൻ ചില ആൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വടിക്കുക തന്നെയാണ്. തലാക്ക് 3 ഒന്നിച്ച് പറഞ്ഞാൽ 3
പോയി എന്നാണ് ഖുർആനിൽ നേരിട്ട് മനസ്സിലാവുന്നത്. അത് ദുരുപയോഗം ചെയ്തപ്പോൾ ഉമർലാന്റെ ഭരണത്തിലാണ് 3 പ്രാവശ്യം കൊണ്ട് പറഞ്ഞാൽ പോരാ എന്നത് നടപ്പിലാക്കിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രബോധനത്തിൽ എഴുതി കണ്ടു. അങ്ങനെയുണ്ടെങ്കിൽ സമസ്തക്കാരെ വാദമല്ലേ ശരി? തലാഖ് നബി വരുന്ന കാലത്ത് ഇഷ്ടം പോലെ തലാഖ് ചെല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നത്. നബി അതിനെ തിരിച്ചെടുക്കാവുന്ന തലാഖ് 2 ആണെന്ന് ഖുർആൻ കൊണ്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് നബി അവരെ പഠിപ്പിച്ചു. അത്തലാഖ് മർറത്താനി ഫഇംസാഖുൻ ബിമഅറൂഫ്. മാത്രല്ല തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ അത് 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലിന്ന് ഒരുമിച്ച് പറഞ്ഞാൽ 1 മാത്രമേ പോകുമായിരുന്നുള്ളൂ. നബിന്റെ കാലത്തും അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഉമർ ഫാറൂഖിന്റെ കാലം വന്നപ്പോ ജനങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ പറഞ്ഞാൽ 3 പോകുന്നു. അത് അദ്ദേഹത്തിന്റെ ഭരണപരമായ ഒരു പരിഷ്കാരമാണ്. അതൊരിക്കലും അദ്ദേഹത്തിന്റെ വക മതത്തിലൊരു പുതിയ നിയമം ഉണ്ടാക്കിയതല്ല. അദ്ദേഹം ആളുകളെ ദുരുപയോഗപ്പെടുത്തിയപ്പോ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത് സഹിയായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. കരുതി കൂട്ടി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഭരണാധികാരികൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അവകാശമുണ്ട്. അതാണ് ഇത്. സമസ്തക്കാര വാദം ശരിയല്ല. സമസ്തക്കാര വാദം 3 ചൊല്ലി പറഞ്ഞാൽ 3 പോകും തന്നെയാണ്. എന്നിട്ട് പിന്നെ ചടങ്ങ് നിർത്തിയിട്ട് ആളെ തിരിച്ചെടുക്കുന്നതിന് യാതൊരു തെളിവുമില്ല. സൂത്രത്തില്ല നമസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? സൂത്രത്തിന് മുമ്പിൽ ഒരു മറ, അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. സൂത്ര അത് നമസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാ തുസല്ലി ഇല്ലാ ഇലാ സൂത്രത്തിൻ വദ്രു മിൻഹ. ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നീ നമസ്കരിക്കരുത്, സൂത്രയോട് നീ അടുത്തു നിൽക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നബി ഇപ്പൊ പെരുന്നാൾസ്കാരത്തിനൊക്കെ മൈതാനത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കുന്തം കൊണ്ടുപോകുന്ന ആദ്യം പോയിട്ട് അതവിടെ അടിക്കലാ പണി. ഇമാമിന്റെ മുമ്പിൽ അതവിടെ അടിക്കും. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും ഇമാമിനും സൂത്ര വേണം. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഓരോരുത്തർക്കും സൂത്ര വേണ്ട, ഇമാമാണ് അവരുടെ സൂത്ര മറവ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ പള്ളിയിൽ വല്ല തൂണോ ചുമരോ ഉണ്ടെങ്കിൽ അതിനടുത്ത് നിൽക്കാണ് വേണ്ടത്. ഒരു സഫ് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അവരെ മറയാക്കി നമസ്കരിക്കാവുന്നതാണ്. ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂമ് ഫാത്തിഹ ഇമാമിന്റെ കൂടെയാണോ ഓതേണ്ടത്? ഓതുകയാണെങ്കിൽ പിന്നിൽ ഇങ്ങനെ ഓതിപ്പോവുകയാണ് വേണ്ടത്. വ്യക്തമായൊരു വിധി ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ ഓതുകയാണ് വേണ്ടത്. കുടിയിരിക്കലിന്റെ ഇസ്ലാമിക മര്യാദ വിശദീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അങ്ങനെ ഒരു കുടിയിരിക്കൽ കർമ്മം കാണിച്ചു തന്നിട്ടില്ല. നബിക്ക് 9 വീടുണ്ടായിട്ട് നബി ഒരു കുടിയിരിക്കൽ കർമ്മം ഉണ്ടാക്കിയതായിട്ട് അതെല്ലാം നമ്മുടെ നാട്ടിൽ ഉടലെടുത്ത ചില നാട്ടാചാരങ്ങളാണ്. അതിന് മതപരമായി യാതൊരു അടിസ്ഥാനവുമില്ല. ഇതെന്താണ്? നിൽക്കുമ്പോഴുള്ള സുഗന്ധദ്രവ്യം, ആൽക്കഹോൾ ഉള്ള സുഗന്ധദ്രവ്യം, ആൽക്കഹോൾ ഉള്ളത് ഒഴിവാക്കാണ് വേണ്ടത്. ആൽക്കഹോൾ ഇല്ലാത്ത സുഗന്ധദ്രവ്യമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ പുറത്തു പോകുമ്പോൾ പാടില്ല എന്നാണ്. പക്ഷെ ഭർത്താവിന്റെ മുമ്പിൽ അവർ സുഗന്ധം ഉപയോഗിക്കണം. അതുപോലെ പെണ്ണുങ്ങൾക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ മീൻ കഴുകിയ മണവും കുട്ടി മൂത്രയിച്ച മണമൊക്കെ കൊണ്ട് ഭർത്താവിന്റെ അടുത്ത് വരാൻ പാടില്ല. കുളിച്ച് ശുദ്ധിയായി സുഗന്ധത്തോടെ വന്നെ. നാട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യും. അമുസ്ലിമിനോട് സലാം പറയാനോ അവർ സലാം പറഞ്ഞാൽ മടക്കാനോ പാടുണ്ടോ? അമുസ്ലിങ്ങളോട് സലാം പറയാൻ നബി പഠിപ്പിച്ചിട്ടില്ല. സലാം പറഞ്ഞാൽ യഹൂദി ക്രിസ്ത്യാനികൾ സലാം പറഞ്ഞാൽ വഅലൈക്കും എന്ന് മടക്കാൻ വേണ്ടി നബി അനുവാദം തന്നിട്ടുണ്ട്. അത്തഹിയ്യാത്തിൽ റസൂലിന്റെ പേര് സലാത്തിൽ നിർബന്ധമാണോ? മഅ്മൂമ് സലാത്ത് ചൊല്ലുന്നതിന് മുമ്പായി ഇമാം സലാം വീട്ടിയാൽ എന്തു ചെയ്യണം? ഇമാം സലാം വീട്ടിയാൽ ഇമാമിന്റെ കൂടെ സലാം വീട്ടണം. ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിലും മറ്റു സന്ദർഭത്തിലും അത്തഹിയ്യാത്തിന്റെ കൂടെ സ്വലാത്ത് വേണം. 2 റക്അത്തിൽ നിന്ന് 3ാമത്തെ റക്അത്തിൽ എണീക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി വരെ ചൊല്ലിയാൽ മതി. അല്ലാത്തതിൽ ഇങ്ങനെ സലാം വീട്ടുന്ന സന്ദർഭമാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഓതണം. പള്ളി ജാറ വരുമാനം കൊണ്ട് പരിപാലിച്ചു പോകുന്ന അതിനാൽ അവിടെ പോയി നമസ്കാരം സഹിയാകുമോ? അടുത്തു വരെ പള്ളിയും ഇല്ല, അവിടെ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല. ജാറത്തിന്റെ ചെലവിലുണ്ടാക്കിയ പള്ളി ശരിയായ പള്ളി തന്നെയല്ല. പുത്തമ്പള്ളി ജാറം വക പള്ളി എന്നറിയില്ലേ? അത് നിസ്കരിക്കാൻ പറ്റൂല. ജാറുള്ള പള്ളി പോലെ തന്നെയാണ് ജാറത്തിന്റെ ചെലവ് കൊണ്ട് നടക്കുന്ന പള്ളി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ള കാര്യമാണത്. യഹൂദി ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിക്കട്ടെ, അവരവരെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി. അതുകൊണ്ട് ജാറമുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നതിനെ പണ്ഡിതന്മാർ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജാറ വരുമാനം കൊണ്ട് നടക്കുന്ന പള്ളിയും യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയാണ്. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വയിൻകാന സ്വവാബൻ ഫമിന്നി ഫമിനല്ലാഹ് വയിൻകാന ഖതൻ ഫമിന്നി വമിന ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ് ശരിയാണെങ്കിൽ എൻ്റെ അടുത്തും അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ്, ഇത് തെറ്റാണെങ്കിൽ എൻ്റെ അടുത്തും ശൈത്താൻ്റെ അടുത്തുള്ളതാണ്. ഈ പറഞ്ഞതിനെതിരായി എവിടെയെങ്കിലും നിങ്ങൾക്ക് വല്ല തെളിവും കിട്ടിയാൽ
നിങ്ങൾ എൻ്റെ വാക്കിനെ തള്ളിക്കളഞ്ഞ് ആ തെളിവുകൾ സ്വീകരിക്കണം, അത് എന്നെ അറിയിക്കുകയും വേണം എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 സഹബിന്റെ സുജൂദിന്റെ വിധി എന്താ? അത്തഹിയാത്തിന് ശേഷം സുജൂദ് ചെയ്യാറുണ്ട്. അത്തഹിയാത്തിന് ശേഷം സുജൂദ് ചെയ്യാം, സലാം വീട്ടുന്നതിന് മുമ്പായിട്ടും ഓർമ്മ വന്നാൽ അങ്ങനെയും ചെയ്യാം. 2 നബി ചെയ്തിട്ടുണ്ട്. 2 വിധത്തിൽ നബി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോൾ സംശയം ഉണ്ടാവുമല്ലോ, അപ്പൊ കൂടെ ഉള്ളവരോട് ചോദിച്ചിട്ട് പിന്നെ അത്തഹിയാത്തിന് ശേഷം ചെയ്താൽ മതി. ചിലപ്പോൾ നമുക്ക് വെറും സംശയം വന്നതായിരിക്കും. സംശയം വന്നാൽ തന്നെ ഒരാൾക്ക് സുജൂദ് ചെയ്യാം. ഇപ്പൊ 3ഓ 4ഓ നിസ്കരിച്ചു സംശയം ഉണ്ടായാല് 3 ആണെന്ന് ഉറപ്പിച്ചിട്ട് 1 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് 2 സുജൂദ് ചെയ്യാം. പലക്ക് കൂടുതലുള്ളവരോട് കൂടി ചോദിച്ചിട്ട് ചെയ്യാന്നാണെങ്കിൽ സലാം വീട്ടിൽ ഇപ്പൊ നമുക്ക് എന്താ സംശയം ഉണ്ടായിരുന്നു 3ഓ 4ഓ, അപ്പൊ കൂടുതലുള്ളവർ പറയാണ് നമ്മൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നിസ്കരിച്ച് സുജൂദ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓർമ്മ വന്നത് സലാം വീട്ടിന് ശേഷം. നബിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സലാം വീട്ടിന് ശേഷം നബി സുജൂദ് ചെയ്തിട്ടുണ്ട്, മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരു റക്അത്ത് കുറഞ്ഞ ഓർമ്മ വന്നാൽ റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ല, അപ്പം നമുക്ക് ഓർമ്മ വന്നല്ലോ സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം. ഓർമ്മ വരാതെ നമ്മൾ സലാം വീട്ടിയാല് സലാം വീട്ടിന് ശേഷവും സുജൂദ് ചെയ്യാം. അങ്ങനെ അത്ര വിശദമായിട്ട് ആ ഒരു തർക്ക വിഷയമായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. അതെനിക്ക് പറയാൻ കഴിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല. അങ്ങനെ ചായം കൊടുക്കാമോ? കറുത്ത മൈലാഞ്ചിയാണ്, മുടിക്കും താടിക്കും കറുത്ത മൈലാഞ്ചി കൊണ്ട് ബ്ലാക്ക് ഹെന്ന, അങ്ങനെ ഒന്നുണ്ടോ? അത് ഹെന്നയിൽ എന്തെങ്കിലും കൂട്ടിയതാവും ചായം. ഹെന്നാവും കത്തമുമാണ് നബി പറഞ്ഞിട്ടുള്ളത്. ഹെന്നാവും കത്തമും കൂട്ടിയാൽ ഏതാണ്ട് കറുപ്പിനോട് അടുത്തൊരു നിറം വരും എന്ന് പറയുന്നേക്കാൾ ഈ ബ്ലാക്ക് ഹെന്നിനെ പറ്റി ഞാൻ ഇപ്പൊ കേൾക്കുകയാണ്. എനിക്കതിനെ പറ്റി പഠിക്കാതെ പറയാൻ പറ്റില്ല. കറുപ്പ് കളർ ഒഴിവാക്കി മൈലാഞ്ചി കളറിനോട് സാമ്യമുള്ള കളർ ഉപയോഗിക്കുന്നതിൽ എന്താണ് അഭിപ്രായം? അതെല്ലാം പുതിയ ചില വിഷയങ്ങൾ തുടങ്ങലാണ്. നബി പറഞ്ഞ ഹെന്ന കിട്ടാത്തൊരു കാലം വരുമ്പോ ആലോചിക്കുന്നല്ലാതെ ഇപ്പൊ അത് ആലോചിക്കേണ്ട കാര്യമില്ല. ഹെന്നയും കത്തുമുമാണ് നബി പറഞ്ഞിട്ടുള്ളത്. ഇന്ന അഹ്സനമാ ഗയ്യർതും ബിശൈബ അൽ ഹിന്നാ വൽ കത്തം. ഹൽഖുൽ ആന വ നത്ഫുൽ ലിബ്തി എന്നല്ലേ ഹദീസ്. അങ്ങനെ തന്നെയാണ് ഹദീസ്, അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഗുഹ്യസ്ഥാനത്തെ രോമം വടിക്കുകയും കക്ഷ പറിക്കുകയും ചെയ്യുന്നതാണ് ഹദീസ്. അയാൾക്ക് പറിക്കാൻ കഴിയണില്ലെങ്കിലോ അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറിക്കാൻ നിർത്തലല്ലോ വേണ്ടത്. അപ്പോ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വടിക്കാം. അത് ശീലമില്ലാത്തവർക്ക് വലിയ പ്രയാസം തന്നെയാണ്. നമ്മൾ ശീലിക്കാത്തതുകൊണ്ട് ശീലിച്ചവർക്ക് പ്രയാസം ഉണ്ടാവില്ല. ഇനി നിർത്തണം, എനിക്ക് പോകണം, മതി. എനിക്ക് ഇന്ന് മദീനയിലേക്ക് ഹാജിമാരെയും കൊണ്ട് പോകേണ്ട ദിവസമാണ്. ഉച്ചക്കുമ്പാടെ ചെന്നത് മുത്തയ്യിഫിന്റെ ഓഫീസിൽ പോയി ചില കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ഉസ്മാൻ മദനി മദീനത്ത് പോയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഒരുമിച്ച് കൂടാം. നിങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ താർക്കിക ബുദ്ധിയോടെ കാണാതെ ജീവിതത്തിൽ പകർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടിപ്പിച്ച നിങ്ങൾക്കും അതുപോലെ കേട്ട സുഹൃത്തുക്കൾക്കും പറഞ്ഞ എനിക്കുമെല്ലാം ഈ കാര്യത്തിൽ ബാധ്യതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദ്യമങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات. فمن كان منكم مريضا أو على سفر فعدة من أيام أخر. وعلى الذين يطيقونه فدية طعام مسكين. فمن تطوع خيرا فهو خير له وأن تصوموا خير
إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صدق الله العظيم.